എല്ലാവരും പൂജ വെച്ച ബുക്കൊക്കെ എടുത്തോ? ഞങ്ങളും പോയിട്ടോ. രാവിലെ ഒന്ന് അമ്പലത്തിൽ, ഞാൻ അമ്പലത്തിൽ കയറുന്നില്ല, അവൾ മാത്രമേ കയറുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കുളിക്കാതെ പോണേ. ഈ 103 നമ്പർ ബസ്സിൽ കയറി വേണം നമുക്കിനി അമ്പലത്തിലോട്ട് പോകാൻ. അങ്ങനെ ബസ്സിൽ കയറിയ പാടെ നമുക്ക് സീറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാര്യമായിട്ട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ആൻഡ് ഫൈനലി ഇതായിരുന്നു നമ്മുടെ ഗണപതിയുടെ അമ്പലം. അമ്പലത്തിൽ ഞാൻ കയറിയില്ല, കുളിക്കാത്തതുകൊണ്ട് എന്നോട് പുറത്ത് നിന്ന് വായി നോക്കിയോളാം അവൾ പറഞ്ഞു. അത് പിന്നെ ഞാൻ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ കയറി നമ്മുടെ അമ്പലവാസി കുട്ടി നല്ല ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം എന്നെ നോക്കി ഒരു ചിരിയുണ്ട്. എവിടെ പോയാലും എനിക്ക് ഇത് തന്നെയാണോ പടിയെന്നാണ് അവരുടെ ചിരിയുടെ പിന്നിലെ അർത്ഥം. ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം ഇവിടെ കയറി ഫുഡ് അടിക്കണം എന്നായിരുന്നു. അത് ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ അവരും ചതിച്ചട. ആ വിഷമം മാറ്റാൻ ഞങ്ങൾ നേരെ വിട്ടത് സ്മാർട്ടിലോട്ടാട്ടോ. സ്മാർട്ടിൽ ആണ്ടിയിരിക്കുന്നു ദസറയ്ക്കുള്ള കുറേ സ്വീറ്റ്സ്, എല്ലാത്തിനും അന്യായ വില. ഈ ഒത്തിരി വില കൂടി സാധനങ്ങൾ എടുക്കുന്നത് എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് കണ്ണി കണ്ട സാധനങ്ങളുടെ വില നോക്കിക്കൊണ്ട് ചുമ്മാ ഇല്ല നടക്കും കേട്ടോ. ഒരു സാധനം മേടിച്ചില്ലെങ്കിലും അതിൻ്റെ ഒരു അഹങ്കാരം ഇല്ലാതെ ചുമ്മാ അവിടെ ഇരിക്കുന്ന സാധനങ്ങളുടെ വില എടുത്ത് നോക്കുക, തിരിച്ചു വയ്ക്കുക. ഇത് തന്നെയാട്ടോ പണി. പിന്നെ പോയത് ഈ ഗ്ലാസ് സെക്ഷനിലോട്ടാട്ടോ. ഇപ്പം എന്തോ ഈ വക സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ആക്രാന്തം കേട്ടോ. വീട്ടിൽ മേടിച്ച് വെക്കാനും മേടിച്ച് സൂക്ഷിക്കാനൊക്കെ പയ്യെ തള്ളവേവിലോട്ട് മാറുന്നുണ്ടോ എന്നൊരു സംശയം. അതിനൊന്നും അനുവദിച്ചുകൂടാ. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ ഇരുന്നൊരു പൂവൊക്കെ എടുത്ത് മീനിക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടോ. ആ നാളെ നോക്കണേ. ആ 3 ഇലയും 2 പൂവുള്ള സാധനത്തിൻ്റെ വില 300 കണ്ടപ്പം അവൾ കുറച്ച് ക്യൂട്ട്നെസ് ഇട്ടിട്ട് സാധനം തിരിച്ചോണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മളൊരു കണ്ണാടി കണ്ടത്. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ വിടില്ലല്ലോ. അതിൻ്റെ മുമ്പേ ഇരുന്ന് 2 സ്നാപ്പും ഫോട്ടോയൊക്കെ എടുത്തപ്പോൾ എന്താ ഒരു സമാധാനം. അങ്ങനെ നമ്മളിത് 2-3 ലേസും ഒരു പാത്രം ഇരുന്ന് സോപ്പൊക്കെ മേടിച്ച് ബില്ലടിക്കുക. അവളെ അവിടെ നിർത്തിയിട്ട് ഞാനിങ്ങ് മാറിയുന്നുട്ടോ. കാരണം അവക്കടിയിലെ ബാഗുകളെ അപ്പോൾ അവൾ വേണമല്ലോ ബില്ല് ചെയ്യാൻ. അങ്ങനെ ആ സാധനങ്ങൾ മേടിച്ചിട്ട് പിന്നെ 14 രൂപ കൊടുത്ത് കൂടെ മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് മേടിച്ച ലേസുകളെ ഞാൻ എൻ്റെ സ്വന്തം മക്കളെ പോലെ എളി വെച്ചുകൊണ്ട് പോകുന്നട്ടോ. എന്നിട്ട് നമ്മൾ ഓട്ടോയിലൊക്കെ കയറി തിരിച്ച് റൂമിലോട്ട് പോകുന്നത്. ഈ ഓട്ടോയുടെ പുറകെ ഇരുന്നുള്ള യാത്ര ഇപ്പോൾ രസമായിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ടാറ്റാ.